രാജ്യതലസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും കലാപങ്ങൾ അഴിച്ചുവിടാനും ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ പൂർണ്ണമായും പുറത്തു വരികയാണ്. തീവ്ര ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഐസയുടെ പ്രതിനിധികൾ പ്രതിപക്ഷ നേതാവ് രാഹുലുമായി കൂടിക്കാഴ്ച നടത്തി. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾക്കും അരാജകത്വത്തിനും പിന്നിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഈ കൂടിക്കാഴ്ച. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വസതിയിൽ വെച്ചായിരുന്നു തീവ്ര ഇടത് സംഘടനയായ ഐസയുടെ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച. സമരപ്പന്തലുകളിൽ അശാന്തി വിതയ്ക്കാൻ ശ്രമിച്ച തീവ്ര ഇടത് ഗ്രൂപ്പുകൾക്ക് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. പാർലമെന്റ് ആക്രമിക്കുവാനും പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുവാനും ശ്രമിച്ചവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. കലാപകാരികളുടെയും അക്രമികളുടെയും മനോവീര്യം കൂട്ടുവാനും അവർക്ക് സംരക്ഷണം ഒരുക്കുവാനും പ്രതിപക്ഷ നേതാവ് നേരിട്ട് രംഗത്തിറങ്ങിയെന്ന വിമർശനം ശക്തമാണ്. രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനത്തിനും ഭീഷണിയാകുന്ന ഇത്തരം വിഘടനവാദ തീവ്രവാദ സംഘടനകളെ രാഷ്ട്രീയ ലാഭത്തിനായി കോൺഗ്രസ് ഉപയോഗിക്കുകയാണെന്ന രൂക്ഷ വിമർശനമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. പ്രക്ഷോഭങ്ങളെ തെരുവിലേക്ക് പടർത്തുവാനും അട്ടിമറികൾ സൃഷ്ടിക്കുവാനും ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസ് ഇടത് ബാന്ധവം ഇതോടെ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ജനം, ഡൽഹി.